ട്രോളന്മാർ തിരയുന്ന ആ പേരിന്റെ ഉടമ സ്ഥാനാർത്ഥി എനിക്കൊപ്പമുണ്ട്, മായാവി. നമുക്ക് ആദ്യം ആ ട്രോളൊന്ന് കണ്ടുവരാം. ഇതാണ് മായ. കൂത്താട്ടുകുളം നഗരസഭയിലെ 26-ാം ഡിവിഷനിൽ, അത് ഇടയാറിൽ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. മായ, അപ്പോ ഇത്ര വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരർക്ക് എഴുന്നേറ്റപ്പോഴത്തേക്കും ഞാൻ കരുതിയത് എനിക്കിനി എന്തെങ്കിലും ആണോ, നാട്ടുകാർക്ക് എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. ഒരുപാട് സ്റ്റോറി മെൻഷനും ഒരുപാട് പേരെ എന്നെ മെൻഷൻ ചെയ്ത് പേഴ്സണലി എനിക്ക് അയച്ചു തന്നപ്പോഴത്തേക്കാണ് ആദ്യമൊക്കെ ഞാനൊരു തമാശ രീതിക്ക് ഇങ്ങനെ എടുത്തെടുത്ത്, പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എടുക്കുന്ന ഓരോ ഫീഡ്സിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വരുന്നുണ്ട്. അപ്പം നോർമലി എല്ലാവരും പറഞ്ഞു, ഇതേ ചേച്ചി എയറിലാണല്ലോ എന്ന് പറഞ്ഞു. മായാവി അല്ലേ? ഇതേ മായാവി. ഈ പ്രചരണത്തിനൊക്കെ പോകുമ്പോ എങ്ങനെയാ ഇതിനെ കുറിച്ചൊക്കെ പറയാറുണ്ടോ? മായാവി തന്നെയാണല്ലേ എല്ലാവരും വിളിക്കുന്നേ? ചിലരെന്നോടും കൊണ്ട് മായാവി എന്ന് പറഞ്ഞ് സംസാരിക്കാറുണ്ട്. പിന്നെ എൻ്റെ പേര് പറഞ്ഞെല്ലാം പറ്റൂ. അപ്പം ഞാൻ മായാവി എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ മായാവിയോ എന്ന് ചോദിക്കും. അപ്പോൾ പേരുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന പലരും, ചിലപ്പോൾ ചില ചാച്ചന്മാരൊക്കെ സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ, ചാച്ച ഞാനാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥി മായാവി എന്ന് പറയുമ്പോഴത്തേക്കും അവരൊന്ന് മുഖം ഉയർത്തും, മായാവിയോ എന്ന് ചോദിക്കും. അതെനിക്ക് അവരിലേക്ക് കടക്കാനുള്ളൊരു ചിരിയുടെ ഒരു ആരംഭമാണ്. ട്രോളന്മാർ തൊട്ട് എനിക്കറിയാത്ത കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് പറയും, ആശാന് പബ്ലിക്കായിട്ട് ഗുരുപൂജ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് ഞാൻ ട്രോളൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഭയങ്കര ലൈക്കൊക്കെയാണ്. ഇതൊക്കെ ഓട്ടായി മാറണോ അല്ലേ നമ്മുടെ ഡിവിഷനില്? സോഷ്യൽ മീഡിയയിൽ ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ വന്നിട്ട് കാര്യമില്ല. ഇതെന്റെ വാർഡിൽ വരണമല്ലോ. പോസ്റ്റിലൊക്കെ മായ എന്ന് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു കുത്ത് സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് ഇല്ലാതെ അത് ബോധപൂർവ്വം അങ്ങനെ എഴുതുന്ന സ്റ്റൈലാണോ? അല്ല, ഇത് കുറേ പേര് എനിക്ക് കമന്റിലൂടെ ചോദിക്കുന്നതാണ്, ഇതെന്താണ് നിങ്ങൾ പേരിൻ്റെ കൂടെ നിങ്ങൾ ഈ ബാനറിലൊന്നും പോസ്റ്ററിലൊന്നും ഒരു ഡോട്ട് ഇടാത്തതെന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ റെക്കോർഡിക്കൽ നെയിം മായാവി എന്നാണ്. അപ്പോൾ അതിനിടയ്ക്കൊരു സ്പേസ് മാത്രമേ ഉള്ളൂ, ഡോട്ടൊന്നുമില്ല. വി എന്നുള്ളത് എൻ്റെ അമ്മയുടെ പേരാണ്, വാസന്തി. അപ്പം മായാവി എന്നാണ് എൻ്റെ പേര്. അതുപോലെ തന്നെ ഇപ്പോൾ സിനിമയിലൊക്കെ ഒരു രക്ഷകന്റെ റോളാണല്ലോ മായാവിക്ക്, അതേപോലെ ഡിവിഷനിലും റെഡി ആവണം അല്ലേ? അത് തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ട്, എന്നെ ഓഫറിന്ന് വിളിച്ചാൽ ഞാനിവിടെ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ചിത്രകഥയിലും സിനിമയിലും രക്ഷകനാണ് മായാവി. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാകുമെന്ന ഈ മായാവിയുടെ വാഗ്ദാനം വോട്ടർമാർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? ഡിസംബർ 13 വരെ കാത്തിരിക്കാം.